ട്രാൻസ്പോസിന്റെ ചില പ്രോപ്പർട്ടീസ് നോക്കാം. Let x, y and z be normed spaces. Let f1 and f2 be in BL of xy and k be a scalar. Then f1 plus f2 the whole dash is equal to f1 dash plus f2 dash. എന്ന് വെച്ചാൽ ട്രാൻസ്പോസ് ഓഫ് f1 plus f2 is equal to ട്രാൻസ്പോസ് ഓഫ് f1 plus ട്രാൻസ്പോസ് ഓഫ് f2. അതേപോലെ k f1 the whole transpose is equal to k into transpose of f1. k f1 the whole dash is equal to k into f1 dash. അതേപോലെ another property, let f element of BL of xy and g element of BL of yz. x ൽ നിന്ന് y യിലേക്കുള്ള ബൗണ്ടഡ് ലീനിയർ മാപ്പാണ് f, y ൽ നിന്ന് z ലേക്ക് g. അപ്പൊ നമുക്ക് g കോമ്പോസിഷൻ f gf പറയാമല്ലോ. x ൽ നിന്ന് y യിലേക്ക് gf എന്ന് പറയുന്നത് x ൽ നിന്ന് y യിലേക്കുള്ള ഒരു ബൗണ്ടഡ് ലീനിയർ മാപ്പ് ആയിരിക്കും. അതിന്റെ ട്രാൻസ്പോസ് gf-ന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് f transpose into g transpose ആയിരിക്കും. The gf the whole transpose of gf is equal to f transpose into g transpose. നമുക്ക് ഇതിന്റെ ഈ മൂന്ന് പ്രോപ്പർട്ടീസിന്റെ പ്രൂഫ് നോക്കാം. ആദ്യം f1 ഉം f2 ഉം എലമെന്റ് ഓഫ് BL of x, y ആണ്. സ്മോൾ k എലമെന്റ് ഓഫ് ക്യാപിറ്റൽ K ആണ്. Then first property, f1 plus f2 transpose is equal to f1 transpose plus f2 transpose. ഈ രണ്ട് ഫംഗ്ഷനുകളുടെ ഇക്വാളിറ്റി ആണ്. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ ഓരോ പോയിന്റിലും ഈ രണ്ട് ഫംഗ്ഷൻസും ഈക്വൽ ആണെന്ന് കാണിക്കുക. നമ്മൾ ഇവരുടെ ഡൊമൈൻ, ട്രാൻസ്പോസിന്റെ ഡൊമൈൻ ഏതാണ്? y ഡാഷ് ആണ്. ക്യാപിറ്റൽ Y ഡാഷിന്ന് ഒരു സ്മോൾ y ഡാഷ് എടുക്കുക. ഫോർ സ്മോൾ y ഡാഷ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ Y ഡാഷ്. ലെഫ്റ്റ് സൈഡ് എടുക്കാം. f1 plus f2 the whole dash of y dash. ഡെഫിനിഷൻ അനുസരിച്ച് ഇതെന്താവണം? ദിസ് ഈസ് ഈക്വൽ ടു y ഡാഷ് കോമ്പോസിഷൻ f1 plus f2. നമ്മൾ a into b plus c ഫംഗ്ഷനുകളിൽ ക്യാപിറ്റൽ a into ക്യാപിറ്റൽ b plus c എന്ന് വെച്ചാൽ a കോമ്പോസിഷൻ b plus c എന്ന് പറയുന്നത് a കോമ്പോസിഷൻ b plus a കോമ്പോസിഷൻ c ആണ്. ആ കോമ്പോസിഷന്റെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്കിത് സ്പ്ലിറ്റ് ചെയ്യാം. y കോമ്പോസിഷൻ f1 plus y ഡാഷ് കോമ്പോസിഷൻ f1 plus y ഡാഷ് കോമ്പോസിഷൻ f2. എന്നിട്ട് വീണ്ടും നമുക്ക് ട്രാൻസ്പോസിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് മാറ്റി എഴുതാം. ആദ്യത്തെ ടൈമിനെ f1 ഡാഷ് ഓഫ് y ഡാഷ് എന്ന് എഴുതാം, പ്ലസ് രണ്ടാമത്തെ ടൈമിനെ f2 ഡാഷ് ഓഫ് y ഡാഷ് എന്ന് എഴുതാം. വീണ്ടും ഫംഗ്ഷനുകളുടെ സമ്മിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് f1 ഡാഷ് പ്ലസ് f2 ഡാഷ് ഓഫ് y ഡാഷ് എന്ന് എഴുതാം അല്ലെ. f പ്ലസ് g ഓഫ് x എന്ന് പറഞ്ഞാൽ f of x പ്ലസ് g of x ആണ്. അപ്പൊ അത് വെച്ചിട്ട് ഇങ്ങനെ എഴുതാം. ദിസ് ഈസ് ട്രൂ ഫോർ എവരി y ഡാഷ് ഇൻ ക്യാപിറ്റൽ Y ഡാഷ്. ഇപ്പൊ രണ്ട് സൈഡും ഓൾ y ഡാഷിന് ട്രൂ ആണ്. ആയതുകൊണ്ട് നമുക്ക് y ഡാഷ് ഒഴിവാക്കിക്കൊണ്ട് പറയാം. ദിസ് ഇംപ്ലൈസ് f1 plus f2 the whole dash is equal to f1 dash plus f2 dash. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയി. ദെൻ അടുത്തത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സെക്കൻഡ് പ്രോപ്പർട്ടി, k f1 the whole dash is equal to k into f1 dash. അപ്പൊ ഇതും y ഡാഷ് എന്ന പോയിന്റ് എടുത്ത് y ഡാഷ് എന്ന പോയിന്റിൽ രണ്ട് സൈഡും അപ്ലൈ ചെയ്യുമ്പോൾ ഈക്വൽ ആണെന്ന് കാണിക്കുക. ഫോർ y dash element of capital Y dash we have k f1 the whole dash of y dash is equal to, by the definition of transpose, എന്താണ്? y dash composition k f1 is equal to, നമുക്കറിയാലോ a composition kb എന്നതിനെ k into a composition b എന്ന് എഴുതാമല്ലോ ഫോർ എനി സ്കെയിലർ k.
അപ്പൊ അത് വെച്ചിട്ട് ഇതിനെ നമുക്ക് കെ ഇൻറ്റു വൈ ഡാഷ് കോമ്പോസിഷൻ F1 എന്ന് എഴുതാം. വീണ്ടും ട്രാൻസ്പോസിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് കെ ഇൻറ്റു വൈ ഡാഷ് കോമ്പോസിഷൻ F1 എന്നുള്ളത് F1 ഡാഷ് ഓഫ് വൈ ഡാഷ് എന്ന് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു F1 ഡാഷ് ഓഫ് വൈ ഡാഷ് എന്നതിനെ ഫംഗ്ഷന്റെ സ്കെലാർ മൾട്ടിപ്പിളിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് കെ ഇൻറ്റു F1 ഡാഷ് ഓഫ് വൈ ഡാഷ് എന്ന് എഴുതാം. ഇത് ഓൾ വൈ ഡാഷിന് ട്രൂ ആണ്. അപ്പൊ രണ്ട് സൈഡിൽ നിന്നും വൈ ഡാഷ് ഒഴിവാക്കിക്കൊണ്ട് ആ ഫംഗ്ഷനുകൾ ഈക്വൽ എന്ന് പറയാം. കെ F1 ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു F1 ഡാഷ്. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യണം. കോമ്പോസിഷന്റെ ട്രാൻസ്പോസ് കാണുന്ന പ്രോപ്പർട്ടി, അത് റിവേഴ്സൽ ലോ ആണ്. എഫ് എന്ന് പറയുന്നത് ബി എൽ ഓഫ് എക്സ് വൈയിലെ എലമെന്റ് ആണ്. ജി എന്നത് ബി എൽ ഓഫ് വൈ സെഡിലെ എലമെന്റ് ആണ്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ജി എഫ് എന്ന് പറയുന്നത് ബി എൽ ഓഫ് എക്സ് സെഡിലെ എലമെന്റ് ആയിരിക്കും. ഇതിന്റെ ട്രാൻസ്പോസ് ജി എഫ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് തിരിച്ചാ വരിക, റിവേഴ്സൽ ലോ ആണ്. എഫ് ഡാഷ് ജി ഡാഷ് എന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ അതിന് ഈ ജി എഫിന്റെ ഡൊമൈനിൽ നിന്ന് ജി എഫ് എന്ന് പറയുന്നത് ബി എൽ ഓഫ് എക്സ് കോമ ഇസഡിലെ എലമെന്റാ. അപ്പോൾ ജി എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് ഇസഡിലേക്കാണ്. അപ്പോൾ നമ്മൾ ജി എഫ് ഡാഷ് ഓഫ് വൈ ഡാഷ് എന്നല്ല എടുക്കേണ്ടത്. അത് എക്സിൽ നിന്ന് വൈയിലേക്കാവുമ്പോഴാണ് നമ്മൾ വൈ ഡാഷ് വെച്ച് ചെയ്യുന്നത്. ഇത് എക്സിൽ നിന്ന് ഇസഡിലേക്കാണ്. അപ്പോൾ നമ്മൾ ലെറ്റ് അല്ലെങ്കിൽ ഫോർ ഇസഡ് ഡാഷ് എലമെന്റ് ഓഫ് എന്ന് പറഞ്ഞു വേണം തുടങ്ങാൻ. ഫോർ സ്മോൾ ഇസഡ് ഡാഷ് ഇൻ ക്യാപിറ്റൽ ഇസഡ് ഡാഷ് എന്ന് പറഞ്ഞു വേണം തുടങ്ങാൻ. വി ഹാവ് ജി എഫ് ഡാഷ് ഓഫ് ഇസഡ് ഡാഷ്. എന്തുകൊണ്ടാ? ജി എഫ് എന്ന് പറയുന്ന മാപ്പിംഗ് എക്സിന്ന് ഇസഡിലേക്കാണ്. നമ്മൾ എക്സിന്ന് വൈയിലേക്കുള്ള മാപ്പിംഗ് ആവുമ്പോഴാണ് വൈ ഡാഷ് വെച്ച് പറയേണ്ടത്. എക്സിന്ന് ഇസഡിലേക്ക് ആയതുകൊണ്ട് ഇസഡ് ഡാഷ് വെച്ച് തുടങ്ങുക. ദിസ് ഈസ് ഈക്വൽ ടു, ഇനി ട്രാൻസ്പോസിന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചാൽ മതി. ദിസ് ഈസ് ഈക്വൽ ടു ഇസഡ് ഡാഷ് കോമ്പോസിഷൻ ജി എഫ് എന്ന് എഴുതാം. ഇസഡ് ഡാഷ് കോമ്പോസിഷൻ ജി എഫ്. ഇത് ശരിക്കും മൂന്ന് ഫംഗ്ഷനുകളുടെ കോമ്പോസിഷനാണ്. എ കോമ്പോസിഷൻ ബി സി എന്നതിനെ നമുക്ക് എ കോമ്പോസിഷൻ ബി കോമ്പോസിഷൻ സി എന്ന് എഴുതാം. എ ഇൻറ്റു ബി സിയെ എ ബി ഇൻറ്റു സി എന്ന് എഴുതാം ഫംഗ്ഷൻ കോമ്പോസിഷനിൽ. അപ്പൊ അത് വെച്ചിട്ട് അതിനെ എങ്ങനെ എഴുതാം? ഇസഡ് ഡാഷ് കോമ്പോസിഷൻ ജി. ഈ ജിക്കും എഫിനും ഇടയ്ക്ക് നമ്മൾ കോമ്പോസിഷൻ നൊട്ടേഷൻ കൊടുത്തിട്ടില്ല എങ്കിലും അവിടെയും കോമ്പോസിഷൻ ആണുള്ളത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ട്രാൻസ്പോസിന്റെ ഡെഫിനിഷൻ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ആ ട്രാൻസ്പോസിന്റെ ഡെഫിനിഷൻ വരുന്ന ഭാഗത്ത് മാത്രമാണ് നമ്മൾ കോമ്പോസിഷൻ കൊടുത്തേക്കുന്നത്. ഇവിടെയുണ്ട് കോമ്പോസിഷൻ, ജി കോമ്പോസിഷൻ എഫ് എന്നാണത്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇസഡ് ഡാഷ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, വേണമെങ്കിൽ കോമ്പോസിഷൻ നൊട്ടേഷൻ ഇട്ടുന്നോടെ മനസ്സിലാക്കാൻ വേണ്ടി എഴുതാം, കോമ്പോസിഷൻ എഫ്. അപ്പൊ ഇതിനെ നമ്മളൊരു സിംഗിൾ ഫംഗ്ഷൻ ആയിട്ട് കാണുക. ദാറ്റ് കോമ്പോസിഷൻ എഫ്, അതായത് നമ്മൾ വൈ ഡാഷ് കോമ്പോസിഷൻ എഫ് എന്ന് വായിക്കുന്ന പോലെ. വൈ ഡാഷ് കോമ്പോസിഷൻ എഫ് എന്നുള്ളതാണല്ലോ എഫ് ഡാഷ് ഓഫ് വൈ ഡാഷ് എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ ഇതിനെ കാണുക. ഇസഡ് ഡാഷ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് എന്നുള്ളതിനെ തിരിച്ച് നമുക്ക് എഫ് ഡാഷ് ഓഫ് എന്തെന്ന് എഴുതാം? ഇസഡ് ഡാഷ് കോമ്പോസിഷൻ ജി. ഇസഡ് ഡാഷ് കോമ്പോസിഷൻ ജിയെ വൈ ആയിട്ട് കാണുക, അല്ലെങ്കിൽ വൈ ഡാഷ് ആയിട്ട് കാണുക. അപ്പോൾ വൈ ഡാഷ് കോമ്പോസിഷൻ എഫ് എന്നുള്ളതിനെ എഫ് ഡാഷ് ഓഫ് വൈ ഡാഷ് എന്ന് എഴുതാം. അതനുസരിച്ച് ട്രാൻസ്പോസിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഇവിടെ എഫ് ഡാഷ് ഓഫ് ഇസഡ് ഡാഷ് കോമ്പോസിഷൻ ജി എന്ന് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു അഗെയിൻ എഫ് ഡാഷ് ഓഫ്, വീണ്ടും നമുക്ക് ഇസഡ് ഡാഷ് കോമ്പോസിഷൻ ജി എന്നുള്ളതിനെ ഇതേപോലെ തന്നെ തിരിച്ച് ട്രാൻസ്പോസിന്റെ ഡെഫിനിഷൻ വെച്ച് ജി ഡാഷ് ഓഫ് ഇസഡ് ഡാഷ് എന്ന് എഴുതാം. അപ്പോൾ ഈ അകത്തുള്ള ഇസഡ് ഡാഷ് കോമ്പോസിഷൻ ജിയെ ജി ഡാഷ് ഓഫ് ഇസഡ് ഡാഷ് എന്ന് എഴുതാം. അപ്പൊ ഇത് എങ്ങനെയാ വായിക്കുന്നത്? എഫ് ഡാഷ് ഓഫ് ജി ഡാഷ് ഓഫ് ഇസഡ് ഡാഷ്. നമ്മൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന പോലെ, എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ
എഫ് ജി ഓഫ് എക്സ് എന്നാണല്ലോ. അപ്പൊ അതുപോലെ ഇതിനെ നമുക്ക് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ജി ഡാഷ് ഓഫ് ഇസഡ് ഡാഷ് ആണ്. അതിനെ എഫ് ഡാഷ് ജി ഡാഷ് ഓഫ് ഇസഡ് ഡാഷ് എന്ന് എഴുതാം. ആൻഡ് ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ ഇസഡ് ഡാഷ് ഇൻ ക്യാപിറ്റൽ ഇസഡ് ഡാഷ്. ഇപ്പൊ രണ്ട് സൈഡിൽ നിന്ന് ഇസഡ് ഡാഷ് ഒഴിവാക്കിക്കൊണ്ട് ഫംഗ്ഷനുകൾ ഇക്വേറ്റ് ചെയ്യാം. സോ ദിസ് ഇംപ്ലൈസ് ജി എഫ് the whole dash is equal to f dash g dash. ഇത് മൂന്നുമാണ് ട്രാൻസ്പോസിന്റെ 3 ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്. ഇനി മറ്റൊരു തിയറം ഉണ്ട്. തിയറം 13.5b പാർട്ട്. Let x and y be normed spaces. Let f element of BL of xy. Then norm of f dash is equal to norm of f is equal to norm of f double dash. And f double dash composition jx, j suffix x ആണ്, jx is equal to j suffix y, jy into f, where jx and jy are the canonical embedding of x and y into x double dash and y double dash respectively. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ, എക്സിൽ നിന്ന് എക്സ് ഡബിൾ ഡാഷിലേക്കുള്ള കനോണിക്കൽ എംബഡിങ് ക്യാപിറ്റൽ ജെ. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. എക്സിൽ നിന്ന് എക്സ് ഡബിൾ ഡാഷിലേക്കുള്ളതിനെ നമ്മൾ ജെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. വൈയിൽ നിന്ന് വൈ ഡബിൾ ഡാഷിലേക്കുള്ള കനോണിക്കൽ മാപ്പിങ്ങിനെ ജെ വൈ എന്നും ഡിനോട്ട് ചെയ്യുന്നു. ഇത് സബ്ജക്റ്റീവ് അല്ല, ഇൻ ജനറൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇത് ഇൻറ്റു ഓൺ ടു മാപ്പിംഗ് എന്നല്ല പറയാൻ പറ്റില്ല. ജനറലി ഇൻറ്റു എന്നേ നമുക്ക് പറയാൻ പറ്റൂ, ഇൻറ്റു മാപ്പിംഗ് എന്നേ പറയാൻ പറ്റും. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഒന്ന്, എഫ് ഡാഷിന്റെയും എഫിന്റെയും എഫ് ഡബിൾ ഡാഷിന്റെയും, എഫ് ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ദ ഹോൾ ഡാഷ് ആണ്, എഫ് ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ആണ്. ഇതിന്റെ എല്ലാം നോം ഈക്വൽ ആണെന്നുള്ളത് കാണിക്കണം. പിന്നെ എഫ് ഡബിൾ ഡാഷിനെ ജെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കോമ്പോസിഷൻ എടുത്താൽ കിട്ടുന്നത് ജെ വൈ കോമ്പോസിഷൻ എഫിന് തുല്യമാണെന്നും കാണിക്കണം. അപ്പോൾ നമുക്കതിന്റെ പ്രൂഫ് നോക്കാം. ആദ്യം നമുക്ക് നോം എഫ് ഡാഷ് ഈക്വൽസ് നോം എഫ് എന്ന് പ്രൂവ് ചെയ്യാം. നോം എഫ് ഡാഷ് ഈക്വൽ നോം എഫ് എന്ന് ആദ്യം പ്രൂവ് ചെയ്യാം. എഫിന്റെ നോമും അതിന്റെ ട്രാൻസ്പോസിന്റെ നോമും ഈക്വൽ ആണെന്നുള്ളത്. ഇതിനുവേണ്ടി നമ്മൾ നേരത്തെ പഠിച്ച ഒരു തിയറം 7.10 എ പാർട്ടിന്റെ ഒരു കോൺസിക്വൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, അവിടെ നമ്മൾ പഠിച്ചത് ലെറ്റ് എക്സ് ബി എ നോംഡ് സ്പേസ് ഓവർ കെ. ദെൻ ഇതിന്റെ കോൺസിക്വൻസ് ആയിട്ട് നമ്മൾ പഠിച്ചതാ, ദെൻ ഈ എക്സിൽ നിന്നുള്ള ഏത് എ എടുത്താൽ ആ എയുടെ നോം എന്നത്, നോം ഓഫ് എ എന്ന് പറയുന്നത് സുപ്രീമം മോഡ് എഫ് ഓഫ് എ സച്ച് ദാറ്റ് എഫ് എലമെന്റ് ഓഫ് എക്സ് ഡാഷ് ആൻഡ് നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇത് നമുക്ക് എക്സ് ഡാഷ് ഇട്ട് പറഞ്ഞാൽ നോം ഓഫ് എ അല്ലെങ്കിൽ നോം ഓഫ് എക്സ്, ക്യാപിറ്റൽ എക്സിലെ എലമെന്റ് ആയ സ്മോൾ എക്സിന്റെ നോം ഈസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് കളക്ഷൻ ഓഫ് ഓൾ മോഡ് എഫ് എന്നുള്ളതിന് പകരം നമുക്ക് എക്സ് ഡാഷ് ഇട്ട് പറയാം. എക്സ് ഡാഷ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഡാഷ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് ഡാഷ് കോമ നോം ഓഫ് എക്സ് ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഈ പ്രോപ്പർട്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ പ്രൂഫിന് വേണ്ടി. നോക്കാം. ഡെഫിനിഷൻ അനുസരിച്ച്, ഓപ്പറേറ്റർ നോമിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് നോം എഫ് ഡാഷ് എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് കളക്ഷൻ ഓഫ് ഓൾ നോം എഫ് ഡാഷ് ഓഫ് വൈ ഡാഷ്. എന്തുകൊണ്ടാണ് വൈ ഡാഷ് എടുത്തത്? എഫ് ഡാഷിന്റെ ഡൊമൈൻ ക്യാപിറ്റൽ വൈ ഡാഷ്. എഫ് ഡാഷ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം വൈ ഡാഷ് ടു എക്സ് ഡാഷ് ആണ്. അപ്പൊ നമ്മൾ എഫ് ഡാഷ് ഓഫ് വൈ ഡാഷ് എന്നാണ് പറയുന്നത്. സച്ച് ദാറ്റ് വൈ ഡാഷ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ വൈ ഡാഷ് ആൻഡ് നോം വൈ ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ദിസ് ഈസ് ഈക്വൽ ടു, വീണ്ടും നമുക്ക് ഈ
നോം എഫ് ഡാഷ് ഓഫ് വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ വൈ ഡാഷ് കോമ്പോസിഷൻ എഫ് എന്നുള്ളതാണ്. അതും ഒരു ഫംഗ്ഷൻ ആണ്, അതും ഒരു ഫംഗ്ഷനാ. അതുകൊണ്ട് ഫംഗ്ഷന്റെ നോമാണ് എന്ന് വെച്ചാൽ ഇത് അകത്തുള്ളത് ഒരു ഓപ്പറേറ്റർ നോമാണ്. അതിനെ വീണ്ടും നമുക്ക് സുപ്രീമം ഓഫ് എന്നുള്ളത് മാറ്റി പറയാമല്ലോ. എഫ് ഡാഷ് ഓഫ് വൈ ഡാഷ് ഓഫ് എക്സുകളുടെ നോം എടുത്ത് അല്ലെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് മോഡുലസ് എടുത്ത്, നോമാണോ മോഡുലസ് ആണോ എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അത് എടുത്തിട്ട് അത് വെച്ചുകൊണ്ട് അവരുടെ സുപ്രീമം എന്ന രീതിയിലേക്ക് നമുക്ക് ഇതിനെ മാറ്റി പറയാം. അതായത് ഇങ്ങോട്ട് ഞാൻ മാറ്റി എഴുതാം. നോം ഓഫ് എഫ് ഡാഷ് ഓഫ് വൈ ഡാഷ് എന്നതിനെ നെതർ സുപ്രീമം ആയിട്ട് എഴുതാം. സുപ്രീമം ഓഫ് കളക്ഷൻ ഓഫ് ഓൾ മോഡ് എഫ് ഡാഷ് ഓഫ് വൈ ഡാഷ് ഓഫ് എക്സ് such that x element of capital X and norm x less than or equal to 1. നമ്മളുടെ ഈ എഫ് ഡാഷ് ഓഫ് വൈ ഡാഷ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് വൈ ഡാഷ് നേരത്തെ പറഞ്ഞതാ എന്ന് പറയുന്നത് വൈ ഡാഷ് കോമ്പോസിഷൻ എഫ് ആണ്. ഈ വൈ ഡാഷ് കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എക്സ് ഡാഷിലെ എലമെന്റ് ആ, എക്സിൽ നിന്ന് കെയിലേക്കാണ്. അപ്പൊ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് വൈ ഡാഷ് കോമ്പോസിഷൻ എഫിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എക്സ് ആണ്. വൈ ഡാഷ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്നാണ്. മാത്രമല്ല അത് കെയിലെ എലമെന്റ് ആയിരിക്കും. എക്സ് ഡാഷിലെ എലമെന്റ് ആണ് വൈ ഡാഷ് കോമ്പോസിഷൻ എഫ് എന്ന് പറയുമ്പോൾ എക്സിൽ നിന്ന് കെയിലേക്കാണ് മാറും. വൈ ഡാഷ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് വൈ ഡാഷ് ഓഫ് എക്സ് എന്ന് എടുക്കുമ്പോൾ അത് കെയിലെ എലമെന്റ് ആണ്. അതുകൊണ്ടാണ് മോഡുലസ് കൊടുത്തത്. അകത്ത് എഴുതിയേക്കുന്ന ആള് കെയിലെ ആളാകുമ്പോൾ നമ്മൾ നോമല്ലല്ലോ ഇടേണ്ടത്, മോഡുലസ് ആയിട്ട്. അപ്പൊ ഇത് നമുക്ക് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാം. മുമ്പ് എഴുതിയതിനകത്തേക്ക് ഇപ്പൊ സുപ്രീമം ഓഫ് സുപ്രീമം എന്ന് വരും, രണ്ട് സുപ്രീമം വരും, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. സച്ച് ദാറ്റ് കഴിഞ്ഞാൽ രണ്ട് കണ്ടീഷനും കൊടുത്താൽ മതി. സോ സുപ്രീമം ഓഫ് മോഡ് എഫ് ഡാഷ് ഓഫ് വൈ ഡാഷ് ഓഫ് എക്സ് സച്ച് ദാറ്റ് രണ്ട് കണ്ടീഷനും പറയണം. എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്, വൈ ഡാഷ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ വൈ ഡാഷ്, norm x less than or equal to 1 and norm y dash less than or equal to 1. അങ്ങനെ മാറ്റി എഴുതാം. ഇനി വീണ്ടും നമുക്ക് ഈ എഫ് ഡാഷ് ഓഫ് വൈ ഡാഷ് ഓഫ് എക്സ് നേരത്തെ പറഞ്ഞതാ ട്രാൻസ്പോസിന്റെ രണ്ടാമത്തെ ഡെഫിനിഷൻ എന്നല്ല, ആദ്യത്തെ ഡെഫിനിഷൻ തന്നെ നമ്മൾ മാറ്റി പറഞ്ഞതാണ്. ആ ഡെഫിനിഷൻ ഓർമ്മയിൽ വേണമെന്ന് പറഞ്ഞതാണ്. എഫ് ഡാഷ് ഓഫ് വൈ ഡാഷ് ഓഫ് എക്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? അകത്തും തുടങ്ങണം. വൈ ഡാഷ് ഓഫ് എഫ് ഡാഷിന് പകരം എഫ് ഓഫ് എക്സ് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെ മാറ്റി എഴുതാൻ പോവാം. മോഡുലസ് വൈ ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എക്സ് കോമ y dash element of capital Y dash, comma norm x less than or equal to 1 and norm y dash less than or equal to 1. This is equal to, ഇവിടെയാണ് നമ്മൾ ആ തിയറം 7.10 എ പാർട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളവിടെ പറഞ്ഞ 7.10 എ പാർട്ട് പറഞ്ഞല്ലോ. എങ്ങനെയാണ്? നോം എക്സ് ഈസ് ഈക്വൽ ടു ഒരു വെക്ടറിന്റെ നോമാ, എക്സ് എന്ന് പറഞ്ഞൊരു വെക്ടറാ. വെക്ടറിന്റെ നോം എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് മോഡ് എക്സ് ഡാഷ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഡാഷ് എലമെന്റ് ഓഫ് എക്സ് ഡാഷ് ആൻഡ് നോം എക്സ് ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇത് നമ്മൾ വൈ വെച്ച് പറയുവാണെങ്കിൽ നോം ഓഫ് സം സ്മോൾ വൈ ക്യാപിറ്റൽ വൈ എന്ന് പറയുന്ന സ്പേസിൽ പറയുവാണെങ്കിൽ സുപ്രീമം ഓഫ് കളക്ഷൻ ഓഫ് ഓൾ മോഡ് വൈ ഡാഷ് ഓഫ് വൈ such that y dash element of capital Y dash and norm Y dash less than or equal to 1. നമ്മൾ ഇപ്പോൾ എഴുതിയ ആ റിസൾട്ടിനെ ഈ രീതിയിൽ ഈ റൈറ്റ് സൈഡ് പോലെ വേണം കാണാൻ. സുപ്രീമം കളക്ഷൻ ഓഫ് ഓൾ മോഡ് വൈ ഡാഷ് ഓഫ് വൈ. ഈ വൈക്ക് പകരം എഫ് ഓഫ് എക്സ് ആ വരുന്നത്. വൈക്ക് പകരം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ് വരുന്നത്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈയിലെ എലമെന്റ് ആണ്. കാരണം എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് വൈയിലേക്കുള്ള മാപ്പിംഗ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ വൈയിലെ ഒരു എലമെന്റാ. സ്മോൾ വൈക്ക് പകരം ഇവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആ വരുന്നത്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വെച്ച് നമ്മൾ എഴുതിയാൽ ഇങ്ങനെ എഴുതാം.
norm of capital F of x is equal to supremum collection of all mod y dash of f of x such that y dash element of capital Y dash comma norm y dash ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ ഈ സുപ്രീമത്തിന് പകരം നമുക്ക് നോം എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പൊ ഇത് നമ്മൾ അവിടേക്ക് അപ്ലൈ ചെയ്യുന്നു. ഇതിനെ രണ്ട് സുപ്രീമോ ആയിട്ടാണ് കാണേണ്ടത്, കാരണം സുപ്രീമം രണ്ട് കണ്ടീഷനിലാണ്, വിത്ത് റെസ്പെക്ട് ടു വൈ ഡാഷിലും ഉണ്ട്, വിത്ത് റെസ്പെക്ട് ടു എക്സിലും ഉണ്ട്. അപ്പൊ തൽക്കാലം വൈ ഡാഷ് മാത്രം, എക്സ് അവിടെ നിൽക്കട്ടെ, വൈ ഡാഷിലുള്ള കണ്ടീഷൻസ് മാത്രം നോക്കുക. വൈ ഡാഷ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ വൈ ഡാഷ് നോം വൈ ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇവിടെ വന്നേക്കുന്നത് മോഡുലസ് വൈ ഡാഷ് ഓഫ് വൈ എന്ന ഫോമാണ്. അങ്ങനെയുള്ളവരുടെ സുപ്രീമോ എന്ന് പറയുന്നത് ഈ അകത്ത് വന്നേക്കുന്ന വെക്ടറിന്റെ നോമിന് തുല്യമാണ് എന്നുള്ളതാണ് തിയറം 7.10 എ പാർട്ട് പറയുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ എഴുതാം. വീണ്ടും ആ സുപ്രീമോ ഇട്ടേക്കണം, കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സിലും സുപ്രീമം കാണാനുണ്ട്. ഇത് ഡബിൾ സുപ്രീമമാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു സുപ്രീമം കളക്ഷൻ ഓഫ് ഓൾ. ഇതിന് പകരം എന്ത് എഴുതാം? നോം എഫ് ഓഫ് എക്സ്. നോം എഫ് ഓഫ് എക്സ് ഇവിടെ പറഞ്ഞ അതാണ്, നോം എഫ് ഓഫ് എക്സ് എന്നാണ്. നോം എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് ബാക്കി കണ്ടീഷൻസ് അവിടെ കൊടുക്കുക. എക്സ് എലമെന്റ് ഓഫ് എക്സ് കോമ നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ ഇവിടെ ഉപയോഗിച്ചത് തിയറം 7.10 എ പാർട്ടിന്റെ കോൺസിക്വൻസ് ആണ് യൂസ് ചെയ്തത്. ഇനി ഇതെന്താണ്? ഇത് ഓപ്പറേറ്റർ നോമിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് നോം എഫ് അല്ലേ? നോം എഫ് ആണല്ലോ, സുപ്രീമം ഓഫ് കളക്ഷൻ ഓഫ് ഓൾ നോം എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എക്സ് ആൻഡ് നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു എഫ് ഡാഷിന്റെ നോമും എഫിന്റെ നോമും ഈക്വൽ ആണെന്ന്. ദസ് norm of f dash equals norm of f. This is true for every f element of BL of xy. അവിടെ എക്സും വൈയും എനി ടു നോംഡ് സ്പേസസ് ആണ്. ഒരു നോംഡ് സ്പേസിൽ നിന്ന് വേറൊരു നോംഡ് സ്പേസിലേക്കുള്ള ഏത് എഫിനും ഇത് ട്രൂ ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്തിൽ എഫിന് പകരം എഫ് ഡാഷ് എന്ന് റീപ്ലേസ് ചെയ്താലും ഇത് ട്രൂ ആകും. എഫ് ഡാഷിനും ഇത് ട്രൂ ആകണം. എഫിന് ട്രൂ ആയ റിസൾട്ട്, ഈ റിസൾട്ട് പറയുന്നത് ഏതൊരു ലിനിയർ മാപ്പിന്റെയും ബൗണ്ടറി ലിനിയർ മാപ്പിന്റെയും നോം അതിന്റെ ട്രാൻസ്പോസിന്റെ നോമിന് ഈക്വൽ ആണെന്ന്. അപ്പോൾ ഇതിനകത്തിലേക്ക് നമ്മൾ എഫിന് പകരം എഫ് ഡാഷ് എന്ന് റീപ്ലേസ് ചെയ്താൽ, റീപ്ലേസിങ് എഫ് ബൈ എഫ് ഡാഷ് എന്ത് കിട്ടും? നോം ഓഫ് എഫ് ഡാഷിന്റെ ട്രാൻസ്പോസ് എഫ് ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു നോം ഓഫ് എഫ് ഡാഷ്. എഫ് ഡാഷിന്റെ നോം അതിന്റെ ട്രാൻസ്പോസിന്റെ നോമിന് തുല്യമായിരിക്കും. അപ്പൊ ഇത് രണ്ടുകൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റിസൾട്ട് ആയി നോം ഓഫ് എഫ് ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു നോം ഓഫ് എഫ് ഡാഷ് ആൻഡ് നോം ഓഫ് എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു നോം ഓഫ് എഫ്. ദസ് എന്ത് പറയാം? നോം ഓഫ് എഫ് ഡബിൾ ഡാഷ് ഈക്വൽസ് നോം ഓഫ് എഫ് ഡാഷ് ഈക്വൽസ് നോം ഓഫ് എഫ്. അപ്പൊ നമ്മളുടെ ആ ഫസ്റ്റ് പാർട്ടായി. ഇനി ഒരു പാർട്ട് കൂടെ പ്രൂവ് ചെയ്യാനുണ്ട്.